15 ലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ഇവരിൽ 2.5 ലക്ഷം പേർക്ക് ഇറ്റാലിയൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ അഭയാർത്ഥികളായോ താൽക്കാലിക വിസയിലോ താമസിക്കുന്നു. ഏഷ്യയോട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ധാരാളം കുടിയേറ്റക്കാർ ഇറ്റലിയിലേക്ക് വരുന്നു. ഇറ്റലിയിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുവാൻ എളുപ്പമായതുകൊണ്ടാണ് അത്തരത്തിൽ ധാരാളം ആളുകൾ ഈ രാജ്യത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരോട് പമ്പിച്ച ഒരു എതിർപ്പ് ഇവിടെ വളർന്നു വന്നിട്ടുമുണ്ട്. കുടിയേറ്റക്കാരോടുള്ള വിരോധം മുസ്ലിം വിരോധമാക്കി മാറ്റുവാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയും തീവ്ര വലതുപക്ഷത്തിന് ഇറ്റലിയിൽ വളർച്ചയുണ്ടാവുകയും ചെയ്തു. ഇറ്റലിക്കാർ പൊതുവെ തുറന്ന മനസ്സുള്ളവരും സൗഹാർദ്ദപരമായി വിദേശികളുമായി ഇടപഴകുന്നവരുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷക്കാരുടെ പ്രവർത്തന ഫലമായി മുസ്ലിം വിരോധം വർദ്ധിക്കുകയും അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇപ്പോൾ തീവ്ര വലതുപക്ഷക്കാരിയായ ജിയോർജിയ മെലോനി പ്രധാനമന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മുസ്ലിങ്ങൾ ധാരാളമായി ഇറ്റലിയിലേക്ക് വരികയും ഇവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാര്യമായി മുസ്ലിങ്ങൾക്ക് ഉപദ്രവമൊന്നും ചെയ്യുവാൻ തീവ്ര വലതുപക്ഷക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇറ്റലിയിലുള്ള മുസ്ലിങ്ങൾ കൂടുതലും പാകിസ്ഥാനികളും ഈജിപ്ഷ്യൻസുമാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ഇറ്റലിക്കാരായ പല വെള്ളക്കാരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുമുണ്ട്. ഇറ്റലിയിൽ ഇസ്ലാം മതത്തിന് ഔദ്യോഗികമായ അംഗീകാരമില്ല. അതുകൊണ്ട് പള്ളികൾ ഉണ്ടാക്കുവാൻ പ്രയാസമുണ്ട്. കൂടുതൽ പള്ളികൾ വരുന്നത് ഇസ്ലാമിക സംസ്കാരം വേരുറപ്പിക്കുവാൻ കാരണമാക്കുമെന്ന് ഇവിടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാർ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് പള്ളികൾ എടുക്കുവാൻ അനുവാദം കൊടുക്കാത്തത്. എങ്കിലും മുസ്ലിങ്ങൾ പ്രാർത്ഥനാമുറികളിലും സ്വകാര്യ ഹാളുകളിലും നിസ്കരിക്കുകയും മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റലിയിലേക്ക് കൂടുതലും കുടിയേറ്റക്കാർ വരുന്നത് മെഡിറ്ററേനിയൻ കടലിൽ കൂടി തോണി വഴിയാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇറ്റലിയിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. എന്നാൽ അപകടകരമായ യാത്രയിൽ പലരും മരണപ്പെടുന്നുമുണ്ട്. ധാരാളം ട്രാവൽ ഏജൻസികളും കറക്ക് കമ്പനികളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇറ്റലിയിൽ വരുന്ന മുസ്ലിങ്ങൾ പലരും ഇവിടെ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ സാമ്പത്തികമായ മെച്ചവും ഉയർന്ന ജോലിയും ലഭിക്കുവാൻ സാധ്യതയുള്ള ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് അവരുടെ അന്തിമ ലക്ഷ്യം. ഒരു ഇടത്താവളമായിട്ടാണ് അവർ ഇറ്റലിയെ ഉപയോഗിക്കുന്നത്. ഇറ്റലിയിലെ തീവ്ര വലതുപക്ഷം മുസ്ലിങ്ങൾക്കെതിരായി കടുത്ത നിലപാടുകൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. അതിന് കാരണം ഇറ്റലി യൂറോപ്യൻ യൂണിയനിൽ മെമ്പറായതുകൊണ്ടും ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ടുമാണ്. അതുകൊണ്ട് ഒരു പരിധിയിലധികം നടപടികൾ ഒരു സമുദായത്തിനെതിരായി എടുക്കുവാൻ സാധിക്കുകയില്ല. യൂറോപ്യൻ യൂണിയന്റെ മുസ്ലിം അനുകൂല നിലപാടുകൾ ഇറ്റലിയെ സ്വാധീനിക്കുന്നുമുണ്ട്. മുസ്ലിം കുടിയേറ്റക്കാർ ഉണ്ടായതുകൊണ്ടാണ് ധാരാളമായി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇറ്റലിയിൽ വളരുവാൻ കാരണം. അതുകൊണ്ട് അവർക്ക് മുസ്ലിം കുടിയേറ്റം കൊണ്ട് പ്രയോജനമുണ്ടായി എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഇറ്റലിയിലെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മുസ്ലിങ്ങളെ കാണുവാൻ പറ്റും. നിരീശ്വരവാദികളായ ഇറ്റലിയിലെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ കുറെ കൂടി റിലീജിയസായി അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിലും ആശുപത്രികളിലും ഷോപ്പുകളിലും കുരിശുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ക്രൈസ്തവ മതചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കാണിക്കുന്നത് വഴി വിദേശ മതങ്ങളുടെ ആധിപത്യം ചെറുക്കാൻ പറ്റുമെന്ന് ഇറ്റലിക്കാർ വിശ്വസിക്കുന്നു. എങ്കിലും അവർ പണ്ടത്തെ പോലെ നിരീശ്വരവാദം തുടരുകയും പള്ളിയിൽ പോകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. തീവ്ര വലതുപക്ഷക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുസ്ലിങ്ങൾക്കെതിരായി ആകെ ഉണ്ടായ ഒരു നടപടി തീവ്രവാദികളായ 9 മുസ്ലിം പുരോഹിതന്മാരെ നാടുകടത്തിയത് മാത്രമാണ്. ഇറ്റലിയിലെ ജയിലുകളിൽ 65,000-ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. അതിൽ 13,000 ആളുകൾ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. കടുത്ത ഒരു വിവേചനം മുസ്ലിങ്ങളോട് കാണിക്കുന്നില്ല എന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. ഇറ്റലിയിൽ ഇപ്പോൾ 8 മുസ്ലിം പള്ളികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവയൊക്കെ പ്രാർത്ഥനാമുറികളോ താൽക്കാലിക അറേഞ്ച്മെൻറ്റ്സോ ആണ്. ഇറ്റലിയിലെ മുസ്ലിം ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ 8 പള്ളികൾ വളരെ കുറവാണ്. ഫ്രാൻസിൽ 2200 മുസ്ലിം പള്ളികളും ഇംഗ്ലണ്ടിൽ 1500 മുസ്ലിം പള്ളികളുമുണ്ട്. ഇസ്ലാമിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ പള്ളികളുണ്ടാക്കുവാൻ പ്രയാസമുള്ളത്. ഇറ്റലിയിൽ മുസ്ലിം കുടിയേറ്റം ഒരു സാമൂഹ്യ പ്രശ്നമായും രാഷ്ട്രീയ പ്രശ്നമായുമാണ് മാറിയിട്ടുള്ളത്. അമേരിക്കയിലെ പ്യൂ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിയ ഒരു പഠനത്തിൽ ഇറ്റലിയിൽ 45% ആളുകൾക്കും മുസ്ലിങ്ങളോട് കാര്യമായ വിരോധമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ 55% ഇറ്റലിക്കാർ മുസ്ലിങ്ങൾ നാടുവിട്ടു പോകണമെന്ന് അഭിപ്രായപ്പെടുന്നു. മുസ്ലിങ്ങളെക്കുറിച്ച് കാര്യമായ പരാതി ദിവസം 5 പ്രാവശ്യം ബാങ്ക് കൊടുക്കുന്നതും പരമ്പരാഗത രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുമാണ്. മദ്യം കഴിക്കുന്ന കടകളിൽ മുസ്ലിങ്ങൾ കൂടുതലായി പോകുന്നില്ല എന്നുള്ളതും നാട്ടുകാരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപിക്കാത്ത ആളുകളെ വിശ്വസിക്കാൻ കൊള്ളുകയില്ലെന്നും കൂട്ടുകൂടാൻ കൊള്ളുകയില്ലെന്നും ഇറ്റലിക്കാർ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകളായി മദ്യപാനം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലൈസിംഗ് ടൂളായി മാറിയ ഇറ്റലിയിൽ മദ്യപിക്കാത്ത ആളുകളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുപോലെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നതിന് പകരം കുടുംബകാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു സ്വഭാവം മുസ്ലിങ്ങൾക്കുണ്ട്. ഇതും ഇറ്റലിയിൽ അത്ര സാധാരണമല്ല.
ധാരാളം ഗേൾഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് റെസ്റ്റോറൻറ്റുകൾക്കും ബാറുകൾക്കും വമ്പിച്ച വരുമാനമുണ്ടാക്കുന്നുവെന്ന് ഇറ്റാലിയൻ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. എന്നാൽ അറേബ്യൻ ശൈലിയിലുള്ള ഒരു ജീവിതമാണ് മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇതുമായി പൊരുത്തപ്പെടുവാൻ ഇറ്റലിക്കാർക്ക് സാധിക്കുന്നില്ല. ഇറ്റലിയിൽ ആദ്യമായി മുസ്ലിങ്ങൾ വന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. ആ കാലഘട്ടത്തിൽ ഇറ്റലിയിലെ സിസിലി പ്രദേശം അഗ്ലൈദ് രാജവംശം ഭരിക്കുകയുണ്ടായി. പിന്നീട് ഫ്രഞ്ചുകാർ ഇറ്റലി ഭരിച്ചപ്പോൾ ഇസ്ലാം മതത്തെ നിരുത്സാഹപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ പലരും വടക്കൻ ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെടുവാൻ തുടങ്ങിയത് ഫ്രഞ്ചുകാർ ഭരിച്ചപ്പോഴാണ്. അടുത്ത കാലത്തായി സോമാലിയ, പാകിസ്ഥാൻ, ബോസ്നിയ, ബംഗ്ലാദേശ്, മൊറോക്കോ, ഈജിപ്റ്റ്, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം മുസ്ലിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സിസിലി ദ്വീപിലാണ് കൂടുതലായി മുസ്ലിങ്ങൾ താമസിക്കുന്നത്. 25 വർഷം മുമ്പ് 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഇറ്റലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് 15 ലക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു. കൂടുതലും സുന്നികളാണ് ഇവിടെ താമസിക്കുന്നത്. അഹമ്മദിയാക്കളും ഷിയാക്കളും ചെറിയ എണ്ണത്തിൽ ഇറ്റലിയിലുണ്ട്. ഇറ്റലിയിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളായതുകൊണ്ട് പല ഗ്രൂപ്പുകളായി അവർ ജീവിക്കുന്നു. അവർക്ക് വ്യക്തമായ ഒരു ലീഡർഷിപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാനും ഇസ്ലാം മതത്തിന് അംഗീകാരം നേടിയെടുക്കുവാനും സാധിക്കാത്തത്. ചെറിയ ബോട്ടുകളിൽ ഇറ്റലിയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെ തടയുവാൻ പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം ഇറ്റലിയിലെ പരന്നുകിടക്കുന്ന കടൽ തീരങ്ങളും കള്ളക്കടത്തുകാരുടെ അനവധി സൂത്രങ്ങളുമാണ്. ഒരിക്കൽ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുവാൻ രാജ്യം ബാധ്യസ്ഥരാവുകയും ചെയ്യുന്നു. ഇറ്റലിയിൽ പുതിയ പള്ളികൾ ഉണ്ടാക്കുവാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുമ്പോഴൊക്കെ പ്രാദേശികവാസികൾ അവ തടയുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഇറ്റലിയിലുള്ള 8 പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുമ്പോൾ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാവാറുണ്ട്. തീവ്രവാദ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരെ നാടുകടത്താറുണ്ട്. ചില മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായ റിപ്പോർട്ടുകളും ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ട്. കൂടുതലും തീവ്രവലതുപക്ഷക്കാരാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പള്ളികളുടെ മതിലുകളിൽ വിദ്വേഷപരമായ അഭിപ്രായങ്ങൾ എഴുതി വെക്കുന്നതും സാധാരണമാണ്. ഇറ്റലിയിലെ അറിയപ്പെടുന്ന പല വ്യക്തികളും മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവരാണ്. സ്റ്റീഫൻ കരീം അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈജിപ്ഷ്യനും അമ്മ സ്വിറ്റ്സർലാൻഡുകാരിയുമാണ്. അതുപോലെ ഖാലി അംദാവനി അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ടുണീഷ്യക്കാരാണ്. ധാരാളം അറിയപ്പെടുന്ന ആൽബങ്ങൾ ഖാലി അംദാവനി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ടോർക്കട്ടോ കാർഡീലി അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ നയതന്ത്ര വിദഗ്ധനാണ്. ഇറ്റലിയുടെ ഫോറിൻ സർവീസിൽ സുഡാൻ, സിറിയ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇറാഖിലും അൽബാനിയയിലും ടാൻസാനിയയിലും സൗദി അറേബ്യയിലും അദ്ദേഹം ഇറ്റാലിയൻ എംബസികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ഭാഷയ്ക്ക് പുറമെ നല്ലപോലെ അറബിക്കും ഫ്രഞ്ചും ഇംഗ്ലീഷും സ്പാനിഷും സംസാരിക്കുവാൻ ടോർക്കാറ്റോ കാർഡിലിക്ക് സാധിക്കും. അതുപോലെ വിൻസെൻസോ ലുവീനർ അറിയപ്പെടുന്ന ഒരു അമേരിക്കൻ മ്യൂസീഷ്യനാണ്. ഇറ്റലിയിലാണ് അദ്ദേഹം ജനിച്ചത്. 18ാമത്തെ വയസ്സ് മുതലേ പോപ്പുലറായി അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ് വിൻസെൻസോ ലുവീനർ. അതുപോലെ ബ്രൂണ റഫാനെല്ലി അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ എഴുത്തുകാരിയാണ്. തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരിയും ആക്ടിവിസ്റ്റുമാണ് ബ്രൂണ റഫാനെല്ലി. ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തവേ അവർക്ക് ഇസ്ലാം മതത്തിൽ താല്പര്യമുണ്ടാവുകയും മതപരിവർത്തനം നടത്തുകയും അറബിക് ഭാഷ പഠിക്കുകയും ചെയ്തു. എസ്റ്റാബ്ലിഷ്ഡായ സാമൂഹ്യ രീതികളെ ചോദ്യം ചെയ്യുന്ന ഒരു വിപ്ലവകാരിയാണ് ബ്രൂണ റഫാനെല്ലി. ഇന്ത്യക്കാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. അതിന് കാരണം ജോലി പോലെ പ്രധാനമാണ് ഒഴിവു സമയവും വിനോദവുമെന്ന് ഇറ്റലിക്കാർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അറേബ്യൻ രാജ്യങ്ങളിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെ കഠിനമായി ജോലി ചെയ്യുവാൻ ഇവിടെ കമ്പനികൾ ആവശ്യപ്പെടുകയില്ല. ആവശ്യത്തിന് വിശ്രമവും ആവശ്യത്തിന് വിനോദവും ലഭിക്കുന്ന തൊഴിലാളികൾ കൂടുതൽ നന്നായി ജോലി ചെയ്യുന്നുവെന്ന് ഇറ്റലിക്കാർ വിശ്വസിക്കുന്നു. ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും പോലും ഇറ്റലിയിലെ പോലെ കംഫർട്ടബിളായ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കാണുവാൻ പറ്റുകയില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ജോലി 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 എന്ന് പറഞ്ഞ് ആളുകൾ മരിക്കുന്നു. എന്നാൽ ഇറ്റലിയിൽ കുറച്ച് ജോലി ചെയ്യുകയും കൂടുതൽ ആസ്വദിക്കുകയും ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൂടുതൽ. 70% ഇറ്റലിക്കാരും ഒരു ദിവസം 7 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 17 മണിക്കൂർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. ഇറ്റലിക്കാർ മടിയന്മാരാണെന്ന് വിദേശികൾ പറയുമെങ്കിലും ജോലി ചെയ്യുന്ന സമയം ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. വേണ്ടത്ര വിശ്രമം കിട്ടുന്നത് കൊണ്ടാണ് ഇത്ര ഊർജ്ജം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ധാരാളം സമയം കോഫി ഷോപ്പുകളിൽ ചെലവഴിക്കുകയും ഊർജ്ജസ്വലമായ ഒരു സ്വകാര്യ ജീവിതം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുവാൻ ഇറ്റലിക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും കിട്ടുന്ന അത്ര ശമ്പളം ഇറ്റലിയിൽ കിട്ടുകയില്ല. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവർ കൂടുതൽ സംതൃപ്തരായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്.
ഇറ്റലിയിലെ ഗവൺമെൻറ് ഓഫീസുകളും യൂട്ടിലിറ്റി സർവീസുകളും സന്ദർശിക്കുന്ന കസ്റ്റമേഴ്സ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സർക്കാർ ഓഫീസുകളിൽ നിന്ന് ചെയ്തു കിട്ടണമെങ്കിൽ ഒരു മുഴുവൻ ദിവസവും ലീവെടുത്ത് പോകേണ്ടി വരുന്നുവെന്ന് പരാതിയുണ്ട്. എന്നാൽ ഇറ്റലിക്കാർ പറയുന്നത് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണെന്നും ജോലിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുന്നവരുമല്ല എന്നാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ഇറ്റലി പൗരാണികമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമ കൂടിയാണ്. യൂറോപ്പിൻ്റെ ദക്ഷിണഭാഗത്താണ് ഇറ്റലിയുടെ സ്ഥാനം. മനോഹരമായ അനേകം ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ എണ്ണം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന 5ാമത്തെ രാജ്യമായി ഇറ്റലി കണക്കാക്കപ്പെടുന്നു. ഒരു വർഷം 6 കോടി ടൂറിസ്റ്റുകളാണ് ഇറ്റലി കാണാൻ വരുന്നത്. ശാസ്ത്രമേഖലയിലും ടെക്നോളജി മേഖലയിലും ഇവിടെ വമ്പിച്ച പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 8ാമത്തെ സാമ്പത്തിക മേഖലയാണ് ഇറ്റലിയുടേത്. അതുപോലെ വലിയൊരു മിലിറ്ററിയും ഇറ്റലിക്കുണ്ട്. ബിസിനസ് മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും വമ്പിച്ച സ്വാധീനമുണ്ടാക്കിയ ഒരു യൂറോപ്യൻ രാജ്യമായി ഇറ്റലി അറിയപ്പെടുന്നു. G20, നാറ്റോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. 55ഓളം യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഇറ്റലിയിലുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലയിലും മെഷീനറി മേഖലയിലും നല്ല പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കെമിക്കൽ ഇൻഡസ്ട്രിയും നല്ലപോലെ പുരോഗമിച്ചിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ധാരാളമായി കയറ്റുമതി ചെയ്യുന്നു. ഇറ്റലിയിലെ പല നഗരങ്ങളും നല്ലപോലെ വികസിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ റോമാ നഗരിക്ക് പുറമെ ഫ്ലോറൻസ്, നാപ്പിൾസ്, പിസ, വെനീസ് തുടങ്ങിയ നഗരങ്ങളും ലോകപ്രശസ്തി നേടിയിട്ടുണ്ട്. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമാ നഗരത്തിൽ 45 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ടൂറിസ്റ്റിയായ നഗരമായി റോമാ നഗരം അറിയപ്പെടുന്നു. ടൂറിസ്റ്റി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുകയും ആസ്വദിക്കാൻ പ്രയാസമുള്ള രീതിയിൽ ജനപ്പെരുപ്പം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പാരീസ് നഗരവും ലണ്ടൻ നഗരവും ഇതുപോലെ ടൂറിസ്റ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ധാരാളമായി ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്നതോടുകൂടി സ്വൈര്യമായി എവിടെയെങ്കിലും ഇരിക്കുവാനോ കാഴ്ചകൾ കാണുവാനോ പറ്റാത്ത ഒരവസ്ഥയാണ് ടൂറിസ്റ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും പുതിയ പുതിയ ടൂറിസ്റ്റുകൾ കൂടുതലായി ഇത്തരം സ്ഥലങ്ങളിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. 7 കുന്നുകളിൽ പണിതിട്ടുള്ള മനോഹരമായൊരു നഗരമാണ് റോമാ നഗരം. പൗരാണികമായ അനേകം ക്രിസ്ത്യൻ പള്ളികളും കത്തീഡ്രലുകളും ഇവിടെയുണ്ട്. 1000ഓളം പള്ളികൾ ഇവിടെയുള്ളതായി കണക്കാക്കപ്പെടുന്നു. മനോഹരമായ സ്ക്വയറുകളും ഫൗണ്ടനുകളും റോമാ നഗരത്തിൻ്റെ പ്രത്യേകതയാണ്. പല ടൂറിസ്റ്റുകളും വെള്ളിയാഴ്ച വരികയും തിങ്കളാഴ്ച തിരിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ 20 ദിവസമെങ്കിലും ഇല്ലാതെ റോമാ നഗരം വേണ്ട പോലെ കാണുവാൻ പറ്റുകയില്ല. റോമാ നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു നഗരവുമല്ല റോമാ നഗരം. റോമാ നഗരത്തിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഔട്ട്ഡോർ സീറ്റിംഗ് കാണുവാൻ പറ്റും. മികച്ച കാലാവസ്ഥയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള റോമാ നഗരത്തിൽ മികച്ച കാലാവസ്ഥയാണുള്ളത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ശൈത്യമുള്ള കാലാവസ്ഥ മനം മടുപ്പിച്ച ടൂറിസ്റ്റുകൾ ഇറ്റലിയിൽ വരുമ്പോൾ നല്ലപോലെ ആസ്വദിക്കുന്നു. വർഷം മുഴുവൻ ഇളം ചൂടുള്ള കാലാവസ്ഥയാണ് ഇറ്റലിയിലുള്ളത്. ചൂടുകാലത്ത് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നു. എന്നാൽ തണുപ്പ് കാലത്തും ഇവിടെ വന്നാൽ അതിശൈത്യം ഉണ്ടാവുകയില്ല. റോമാ നഗരത്തിൻ്റെ മധ്യത്തിൽ വത്തിക്കാൻ സിറ്റി 4 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഒരു കൊച്ചു രാജ്യമാണ്. ഇവിടെ ധാരാളം റിലീജിയസ് ടൂറിസം നടക്കുന്നുണ്ട്. മാർപ്പാപ്പയെ കാണുവാനും വത്തിക്കാനിലെ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. വത്തിക്കാനിൽ ഹോട്ടലുകളില്ലാത്തതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളും റോമാ നഗരത്തിൽ താമസിക്കുന്നു. വത്തിക്കാനിൽ ആകെ 1-2 റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളും ഭക്ഷണം കഴിക്കുന്നതും റോമാ നഗരത്തിലാണ്. അതുകൊണ്ട് വത്തിക്കാൻ എന്ന കൊച്ചുരാജ്യം റോമാ നഗരത്തിന് വമ്പിച്ച വളർച്ചയുണ്ടാക്കിയിരിക്കുന്നു. മാർപ്പാപ്പയുടെ വീടും കത്തോലിക്ക സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സും വത്തിക്കാൻ നഗരത്തിൽ തന്നെയാണ്. ലോകത്തിൻ്റെ ഫാഷൻ ക്യാപിറ്റലായി റോമാ നഗരം അറിയപ്പെടുന്നു. ധാരാളം ഡിസ്കോകളും ഡാൻസ് ഫ്ലോറുകളും നൈറ്റ് ക്ലബ്ബുകളും ഇവിടെയുണ്ട്. റോമാ നഗരത്തിലെ പെൺകുട്ടികൾ കൂടുതൽ ഫാഷനബിളായി വസ്ത്രം ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതിന് കാരണം ഇവിടെയുള്ള തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയാണ്. യൂറോപ്പിലെ ഏറ്റവും ഫാഷനബിളായ പെൺകുട്ടികളെ കാണുവാൻ റോമാ നഗരത്തിൽ തന്നെ വരണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. റോമാ നഗരത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എയർപോർട്ട് ഒരു വർഷം 4 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. 3 റൺവേകളുണ്ട്. യൂറോപ്പിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഏഷ്യൻ പട്ടണങ്ങളിലേക്കും ഇവിടെ നിന്ന് നേരിട്ട് വിമാനങ്ങൾ ലഭിക്കും. ഇറ്റലിയുടെ ഫ്ലാഗ് കാരിയറായ അലിറ്റാലിയ എയർലൈൻസ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചിട്ടുള്ളതും ലിയനാർഡോ ഡാവിഞ്ചി എയർപോർട്ടിൽ തന്നെയാണ്.